ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തമിഴിലെ കണ്ടതുപോലെ നമ്മുടെ കറണ്ട് ബില്ല് പകുതിയായി കുറക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കൂടാതെ ഇതിന്റെ കൂടെ കുറച്ച് നല്ല നല്ല ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. പിന്നെ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനിത് ഇവിടെ ചുരിദാറൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊരു പഴയ ചുരിദാറാണ് കേട്ടോ. ഈ ഒരു ചുരിദാറിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ മിറർ വർക്ക് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇതുപോലുള്ള മിറർ വർക്കും സ്റ്റോൾ വർക്കൊക്കെ ഉള്ള ചുരിദാർ നിങ്ങളുടെ കയ്യിലുണ്ടാവും അല്ലെ. അപ്പോൾ ഇതുപോലെ കളയാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഉറപ്പായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു മിറർ കണ്ടോ. ഈ ഒരു മിറർ നമുക്ക് എളുപ്പത്തിൽ അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇത് അഴിച്ചെടുക്കുകയാണ്. അതിനായിട്ട് ഈ ഒരു മിറർ വർക്ക് ചെയ്ത ഭാഗം എടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റുമുള്ള ത്രെഡ് വർക്ക് ഉണ്ടല്ലോ, ആ ഒരു ത്രെഡ് വർക്കിന്റെ ഭാഗം നഖം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആ ഒരു മിറർ അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ആ മിറർ അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇത് ഈ ഒരു ചുരിദാറിന് മാത്രം അഴിച്ചെടുത്ത മിററാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഈ ഒരു മിറർ വെച്ചിട്ട് നമുക്ക് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ചുരിദാറോ ബ്ലൗസൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മിറർ വർക്കും പിന്നെ സ്റ്റോൺ വർക്കൊക്കെ ഉള്ള ചുരിദാർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി എടുത്തോളൂ. ഇതുപോലെ അതിൻ്റെ സ്റ്റോൺസും മിററൊക്കെ അഴിച്ചെടുത്തിട്ട് യൂസ് ചെയ്തോളൂ കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ഈ ചുരിദാറിൻ്റെ ഇത്രയും ഭാഗത്തെ മിറർ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും ചെറിയൊരു ഭാഗം കൂടി എനിക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെയുള്ള ചുരിദാർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വെറുതെ വലിച്ചെറിഞ്ഞ് കളയാതെ ഇതുപോലെ മിററൊക്കെ എടുത്തിട്ട് റീയൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പുതിയൊരു ചുരിദാറായാലും ബ്ലൗസ് ആയാലും ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് കറണ്ട് ബില്ല് കൂടാനുള്ള കാരണങ്ങളിൽ ഒന്നാണല്ലേ ഈ അയൺ ചെയ്യുക എന്നുള്ളത്. എന്നാൽ കൂടി വരുന്ന കറണ്ട് ബില്ലിനെ പേടിച്ചിട്ട് അയൺ ചെയ്യാനിരിക്കാനും പറ്റില്ല. അപ്പൊ കറണ്ടിന്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അയൺ ചെയ്തെടുക്കാൻ നോക്കാം. ഞാൻ ഈ പറയാൻ പോകുന്ന രീതിയിൽ നിങ്ങൾ അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര ചുളിവുള്ള ഡ്രസ്സുകൾ പോലും നമുക്ക് ഈസി ആയിട്ട് അയൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് അതെങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ ഞാൻ ഇതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിലോട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം കംഫർട്ടർ ആണ്. കംഫർട്ടർ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അതെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലൊരു ചെറിയൊരു കുപ്പിയാണ്. ഉള്ള സ്റ്റിക്കറൊക്കെ നമുക്കൊന്ന് അഴിച്ചു മാറ്റാം. ഇനി ഈ ഒരു കുപ്പിയുടെ അടപ്പിന്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ സൂചിയോ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നെ വെച്ചിട്ട് തുള ഉണ്ടാക്കി കൊടുക്കാം. ഇതുപോലെ ആ ഒരു സൂചിയോ സേഫ്റ്റി പിന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി. സൂചിയോ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നെ ചൂടാക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ കുത്തി കൊടുത്താൽ മതി. നമുക്ക് ചെറിയ നേരിയ തുളയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഇനി ഈ ഒരു ബോട്ടിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു സംഭവം തന്നെ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലോട്ട് നിറച്ചു കൊടുത്താലും മതി. ഇപ്പം എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ല, അതുകൊണ്ടാണ് ഈ ഒരു കുപ്പി എടുത്തേക്കുന്നത്. ഇനി നമുക്ക് അയൺ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇത് എൻ്റെ കയ്യിൽ അത്യാവശ്യം നന്നായിട്ട് ചുളിഞ്ഞ ഷർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത് സ്ലീവിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ അയൺ ചെയ്ത് കാണിച്ചു തരുന്നത്. ഇനി ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് തളിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പോലും നമുക്ക് തെളിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ തെളിക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഒത്തിരി വെള്ളം നമ്മുടെ ഷെഡിലോട്ടാവും. അതുകൊണ്ടാണ് ആ ഒരു കുപ്പി യൂസ് ചെയ്യാൻ പറഞ്ഞത്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ സാധാരണ പോലെ അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമ്മുടെ ആ ഒരു ചുളിവുകളൊക്കെ മാറിയിട്ടുണ്ടാവും. ചുളിവുകളൊക്കെ മാറാനായിട്ട് നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ കുറേ നേരം അയൺ ബോക്സ് ഇട്ട് തേച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഒറ്റ തവണ തേക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ചുളിവുകളൊക്കെ മാറുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഷർട്ട് തേച്ചെടുക്കുന്ന ടൈം കൊണ്ട് 2-3 ഷർട്ടുകൾ നമുക്ക് തേച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത് മാത്രമല്ല നമ്മൾ ഇതിലോട്ട് കംഫർട്ടർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല സ്മെല്ലും ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ സ്പ്രേ അടിച്ചില്ലെങ്കിൽ പോലും നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു ഷർട്ടിനായാലും ഡ്രസ്സിനായാലും ഒക്കെ.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടിപ്പാണിത്. നമ്മൾ അയൺ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വെള്ളത്തിലോട്ട് ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രേ ഏതാണോ ആ ഒരു സ്പ്രേ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ഷർട്ടിനായാലും ഡ്രസ്സിനായാലും നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അയൺ ചെയ്യുന്നതിന് മുന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ഡ്രസ്സിന് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ അയൺ ചെയ്യുന്ന ടൈമിൽ കറണ്ട് ബില്ല് കുറക്കാനുള്ള വേറൊരു ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് അലുമിനിയം ഫോയിലാണ്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ടൈമിൽ അത്യാവശ്യം വലുപ്പമുള്ള അലുമിനിയം ഫോയിൽ എടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അലുമിനിയം ഫോയിൽ തീർന്നേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെറുതായി പോയത് കേട്ടോ. ഇനി നമ്മളെടുത്ത അലുമിനിയം ഫോയിലോട്ട് ഇതുപോലെ അയൺ ബോക്സ് വെച്ച് കൊടുത്തതിന് ശേഷം സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അയൺ ബോക്സ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അയൺ ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നന്നായിട്ട് ചുളിവുകളുണ്ട് ഈ ഒരു ഷർട്ടിലോട്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് അയൺ ചെയ്യുമ്പോൾ തന്നെ കാണാം ആ ഒരു ചുളിവുകളൊക്കെ പെട്ടെന്ന് മാറുന്നത്. ഇപ്പൊ ഞാൻ ഇത് ഒന്നുകൂടി ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ എത്ര വേഗത്തിലാണ് ആ ഒരു ചുളിവുകളൊക്കെ മാറുന്നത് നോക്കിയേ. അതേസമയം നമ്മൾ സാധാരണ പോലെ തേച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു ചുളിവിലോട്ട് ഒരു 4-5 പ്രാവശ്യം തേപ്പ് വെട്ടി വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു ചുളിവുകളൊക്കെ മാറുള്ളൂ. എന്നാൽ പോലും കറക്റ്റായിട്ട് നമുക്ക് നല്ല രീതിയിലൊന്നും ചുളിവുകളൊന്നും മാറിക്കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ച് തേക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ആ ഒരു ചുളിവുകളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇനി അയൺ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു രീതിയിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കറണ്ട് ബില്ല് കുറക്കാനായിട്ട് നമ്മൾ ഡ്രസ്സ് അയൺ ചെയ്യുന്ന ടൈമിൽ കുറച്ചധികം ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പരമാവധി കറണ്ട് ബില്ലൊക്കെ കുറക്കാനായിട്ട് പറ്റും. അതായത് 1-2 ഡ്രസ്സ് മാത്രം തേക്കാനായിട്ട് അയൺ ബോക്സ് ചൂടാക്കാതെ ആ ഒരു സമയം കുറച്ചധികം ഡ്രസ്സ് അയൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പരമാവധി കറണ്ട് ബില്ല് കുറക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.